എല്ലാവർക്കും നമസ്കാരം. ഇൻ്റഗ്രേറ്റഡ് ഹ്യൂമൻ, ആനിമൽ, മെറൈൻ, ഏവിയൻ ആൻഡ് എൻവയറമെൻ്റൽ ഹെൽത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ സൗമ്യ. വെൽക്കം ഡോക്ടർ സൗമ്യ. താങ്ക് യു ഡോക്ടർ. ഞാൻ ഡോക്ടർ സൗമ്യ എൻ പി, മൃഗസംരക്ഷണ വകുപ്പിൽ വെറ്റിനറി സർജനായി വർക്ക് ചെയ്യുന്നു. നിലവിൽ കുടപ്പനക്കുന്നുള്ള അനിമൽ ഡിസീസ് കൺട്രോൾ പ്രോജക്റ്റിൽ വെറ്റിനറി സർജനായി സേവനമനുഷ്ഠിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവല്യൂഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് ലൈഫ് ഉണ്ടായത് സിംഗിൾ സെൽഡ് ഓർഗാനിസം പ്രോകാരിയോട്സ് വെച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അത് യൂകാരിയോട്സ് ആയി, പിന്നെ അത് വലിയ വലിയ ഓർഗാനിസംസ് ആയി, പിന്നെ പല ഫേസസ് ഓഫ് എക്സ്റ്റിങ്ഷൻ നമ്മുടെ എർത്തിൽ കണ്ടു. അതിനുശേഷമാണ് നമ്മൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഫിഷസ്, പിന്നെ ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, പിന്നെ നമ്മുടെ മാമൽ ഗ്രൂപ്പിൽ ലാൻഡ് ആനിമൽസ്. അപ്പം ഇതിൻ്റെയൊക്കെ ഇടയിൽ, ഈ എവല്യൂഷൻ്റെ ഒക്കെ ഇടയിൽ വി ഹവ് സീൻ വേരിയസ് ലെവൽസ് ഓഫ് എക്സ്റ്റിങ്ഷൻ കണ്ടിട്ടുണ്ട്. പിന്നെ പുതിയ ഫോംസ് ഓഫ് ലൈഫ് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ എൻഡ് പോയിൻ്റായിട്ട് ഞാൻ ഹ്യൂമൻസ് പറഞ്ഞില്ല. അപ്പം ഹ്യൂമൻ്റെ എവല്യൂഷൻ ആയി. അതിനൊക്കെ ശേഷം നമുക്ക് ഒരുപാട് മ്യൂട്ടേഷൻ ഉണ്ടായി. പുതിയ പുതിയ അസുഖങ്ങൾ ആനിമൽസിലാണെങ്കിലും ഹ്യൂമൻസിലാണെങ്കിലും കണ്ടു. ഒരുപാട് നാശം, ലൈഫ് ഫോമിൻ്റെ നാശം കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു ഫേസിലാണ് നമ്മളിപ്പോൾ. ഇപ്പോൾ ഒരു സ്റ്റേജ് പറയുകയാണെങ്കിൽ നമുക്കൊരു കൂടുതലൊരു സ്പെസിഫിക് കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസും, ഹ്യൂമൻ മൈൻഡ് ഇവോൾവ് ചെയ്തതിന് ശേഷം നമുക്കൊരു കൂടുതലായിട്ട് ലോവർ ലെവൽസിലുള്ള ആനിമൽസിനെയും ഓർഗാനിസംസിനെയും അവരെ കൂടുതലായിട്ട് പഠിക്കാനും ഒക്കെ ഉള്ളതായിട്ട് ഒരു എഫേർട്ടാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒരു സൈഡിൽ നിൽക്കെ നമുക്ക് ഒരു ഫസ്റ്റ് ലെവൽ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻവയൺമെൻറ്റിൽ ഓക്സിജൻ ഇല്ലാതെ നമുക്ക് ലൈഫ് ഫോം ഉണ്ടാവില്ല. അപ്പം പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓക്സിജൻ, അപ്പം അതിന് ആൽഗകളുണ്ട്, ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ഉണ്ട്, അതൊക്കെ ഫസ്റ്റ് ലെവൽ. പിന്നെ പ്ലാന്റ്സ് ഞാൻ പറഞ്ഞില്ല, അത് നമ്മുടെ അനിമൽ കിങ്ഡത്തിൽ വരുന്നില്ലാത്തതുകൊണ്ട്. അപ്പോൾ പ്ലാന്റ്സ് ഉണ്ട്, ആൽഗെ, ഫൈറ്റോ പ്ലാങ്ക്ടൺസ്, അതൊക്കെ വരും. അതിനുശേഷം നമുക്ക് പിന്നെ വരുന്നത് ഓരോ ലെവൽസ് ഓഫ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. എന്നിട്ട് എൻഡ് പോയിന്റിൽ വരുന്നത് കൺസ്യൂമേഴ്സ്. നേരത്തെയൊക്കെ നമ്മളൊരു ബാലൻസ്ഡ് ഫോമിലാണ്, നമ്മളത് ബാലൻസ് സ്റ്റേജിലാണ് പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു സൈക്കിൾ ഓഫ് ലൈഫ് ഇപ്പം പല രീതിയിൽ പറയും. ഫുഡ് സൈക്കിൾ എന്ന് പറയുന്നുണ്ട്, ഫുഡ് ചെയിൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ എല്ലാ കാറ്റഗറി ഓഫ് ആനിമൽസും നമ്മൾ അതിനകത്ത് ഓർഗാനിസംസും ഇൻവോൾവ് ആണ്. ഇതിലൊരു കാറ്റഗറി മിസ്സാക്കിയത് നമ്മുടെ ഇൻസെക്ട്സാണ്. ക്രസ്റ്റേഷ്യൻസും പിന്നെ ഇൻസെക്ട്സും അരാക്നോപോഡ്സ്, ആ ഒരു കാറ്റഗറിയും കൂടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമുക്ക് ഒരു ഇംബാലൻസ് നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ലൈഫ് ഫോംസിൽ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതൊരു അവയർനെസ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആൾക്കാരിലൊന്ന് ബോധവൽക്കരണം വരുത്താൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ടോപ്പിക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ എവല്യൂഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഡൊമസ്റ്റിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആനിമൽസിനെ വളർത്താൻ തുടങ്ങി. ആദ്യം കൃഷിയും പിന്നാലെ മൃഗങ്ങളെ വളർത്താനും തുടങ്ങി. പിന്നെ അത് മനുഷ്യൻ തിരിച്ചറിഞ്ഞു, മൃഗങ്ങളെ നമുക്ക് ആവശ്യമാണ്. അവയെ ഫുഡിൻ്റെ കാര്യത്തിലായാലും മറ്റ് വർക്കിൻ്റെ ആവശ്യം, അങ്ങനെയാണ് കൃഷി മറ്റു കാര്യങ്ങളായി തുടങ്ങിയത്. എന്നാൽ ഇന്ന് അനിമൽ ഹസ്ബൻഡറി സെക്ടർ ഒരു പ്രത്യേകമായി വളർന്ന് നിൽക്കുന്ന ഒരു സെക്ടറായി തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വളർത്തുമൃഗങ്ങൾ രണ്ട് കാറ്റഗറിയിലുണ്ട്. പെറ്റ് അനിമൽസ് ഉണ്ട്, പിന്നെ നമ്മുടെ ഫാം അനിമൽസ്, ലൈഫ് സ്റ്റോക്ക്. അപ്പോൾ ഇതിൽ ലൈഫ് സ്റ്റോക്ക് ഹെൽത്താണ് നമ്മുടെ ഗവൺമെൻറ് കൂടുതലും പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. കാരണം ലൈഫ് സ്റ്റോക്ക് ആൻഡ് ഡയറി സെക്ടർ എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി ലിങ്ക് ടു നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എക്കോണമി. ഇപ്പോൾ ഹെൽത്തിൻ്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ തന്നെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ് ഓഫ് ഇൻഡിവിജ്വൽ. അപ്പോൾ ഇത് തന്നെ സ്പിരിച്വൽ ആൻഡ് ഇമോഷണൽ, അതെ, ഞാനിപ്പോൾ ഒരു ബയോളജിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ ടേംസിൽ പറയുകയാണെങ്കിൽ അങ്ങനെയാണല്ലോ. അപ്പോൾ മൃഗങ്ങൾക്കും ഇതേ കാര്യം തന്നെയാണ്, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ്. പിന്നെ മൃഗങ്ങളുടെ കാര്യം വരുമ്പോൾ മെൻ്റൽ വെൽബീയിങ്ങിന് പകരം നമുക്ക് പറയാം
അവരുടെ ഒരു ബിഹേവിയറൽ ഹെൽത്ത്. അപ്പോൾ ഫിസിക്കൽ ഹെൽത്തും ഉണ്ട്, അവരുടെ ബിഹേവിയറൽ ഹെൽത്തും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ബീയിങ് എ വെറ്ററിനറി സർജൻ എൻ്റെ ഒരു ഫോക്കസും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റും ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഈ കാര്യങ്ങളിലോട്ടാണ്. അപ്പോൾ ആനിമൽ ഹെൽത്ത് ബെറ്റർ ആക്കാൻ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം, പിന്നെ അവരുടെ ഒരു ബിഹേവിയറൽ ഹെൽത്ത് ഇത് ബെറ്റർ ആക്കാൻ, അവരുടെ ഒരു സ്ട്രെസ് ഫ്രീ, ഫിയർ ഫ്രീ, കംഫർട്ട് എൻവയോൺമെൻറ്റ് കൊടുക്കാൻ എന്തൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഒരു ഈ വെറ്ററിനറി ഫീൽഡിൽ കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആനിമൽ ഹെൽത്ത് പറയുവാണെങ്കിൽ നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് ഒന്നാമത്തെ കാര്യം. അപ്പം അത് ഒന്ന് ഡോക്ടറിനറിയാം വാക്സിനേഷൻ. ഇപ്പം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, എപ്പോഴും അങ്ങനെയാണ്. ഇപ്പം പല അസുഖങ്ങളും നമുക്ക് ചികിത്സ ഇല്ലാത്ത അസുഖങ്ങളുണ്ട്, ബാക്ടീരിയലാകാം വൈറലാകാം. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ചികിത്സ ഇല്ലാത്ത അസുഖങ്ങൾക്ക് വാക്സിനേഷനാണ് പ്രതിവിധി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാരിയർ എന്നുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എന്നുള്ള നിലയിൽ വാക്സിനേഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വേരിയസ് വാക്സിനേഷൻ. അപ്പോൾ അത് കൃത്യസമയത്ത് വാക്സിനേഷൻ നൽകി കഴിഞ്ഞാൽ ആ ആനിമൽ അസുഖങ്ങളിൽ നിന്നും വരാതെ മോചിതനാവും. അപ്പോൾ ഈ വാക്സിനേഷൻ കൊണ്ടുള്ള മറ്റുപയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ അനിമലിന് അസുഖം വരാതിരിക്കുന്നു മീൻസ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് കുറയുന്നു. ആ ഒരു കർഷകന് അല്ലെങ്കിൽ അനിമലിനെ വളർത്തുന്ന വ്യക്തിക്ക് ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് കുറയും. അത് മാത്രമല്ല ട്രീറ്റ്മെൻറ്റിനായിട്ട് ഒത്തിരി മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക്സിൻ്റെ ഉപയോഗം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ AMR പോലെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നത് വഴി AMR പോലെയുള്ള പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പബ്ലിക് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഫുഡ് സേഫ്റ്റി, ഇതെല്ലാം വാക്സിനേഷൻ കൊണ്ടുള്ള ഒരു എന്താ പറയുക, നമ്മൾ 10 മടങ്ങ് ഫലമാണ് ശരിക്കും വാക്സിനേഷൻ കൊണ്ട് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഡയഗ്നോസിസ് ഓഫ് ദ ഡിസീസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഈ കാര്യങ്ങൾ വെച്ച് നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് അനിമലിൻ്റെ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം ബിഹേവിയറൽ പറഞ്ഞു. മെൻ്റൽ വെൽബീയിങ് എന്ന് പറയുമ്പോൾ അനിമൽസിൻ്റെ ബിഹേവിയർ ആണ്. അപ്പോൾ ഒരു നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ അനിമൽ എങ്ങനെ പ്രതികരിക്കുമോ ആ ഒരു അവൈലബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രൊവിഷൻ നമ്മൾ അനിമൽസിന് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അനിമൽസ് എല്ലാം തന്നെ പണ്ട് കാലത്ത് വന്യജീവികളായിരുന്നു. ഇയേഴ്സ് ഓഫ് ഡൊമസ്റ്റിക്കേഷൻ വഴിയാണ് ഇന്ന് കാണുന്ന പല മൃഗങ്ങളും ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. പക്ഷേ അവരുടെ ഒരു നാച്ചുറൽ ബിഹേവിയർ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് കംഫർട്ട് എന്ന് പറയാം. അവരുടെ ഒരു റൈറ്റാണ്, അനിമൽസിൻ്റെ റൈറ്റാണത്. അവർക്ക് കംഫർട്ട്, സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ്, ഫിയർ ഫ്രീ ആയിട്ടുള്ള അങ്ങനെ ഒരു അവസരത്തിലായിരിക്കും അവർക്ക് നന്നായി പ്രൊഡക്ഷൻ കാഴ്ചവെക്കാൻ പറ്റുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം ന്യൂട്രീഷൻ. അനിമൽസ് എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ കാറ്റഗറി ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പല സ്പീഷീസാണ്, പല റിക്വയർമെൻറ്റാണ്. അപ്പോൾ ടൈലേർഡ് ഡയറ്റ്സ് തന്നെ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ എന്താ പറയുക, പശുവിനോ ആടിനോ കൊടുക്കുന്ന ഡയറ്റല്ല നമ്മൾ ഡോഗ്സിനും ക്യാറ്റ്സിനും കൊടുക്കേണ്ടത്. അപ്പോൾ ഓരോരുത്തരുടെയും ഡ്രൈ മാറ്റർ റിക്വയർമെൻറ്റും പ്രോട്ടീൻ റിക്വയർമെൻറ്റും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതനുസരിച്ചുള്ള ടൈലേർഡ് ഡയറ്റ് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൃത്യമായി ചെയ്താൽ തന്നെ നമുക്ക് മൃഗങ്ങളുടെ ആരോഗ്യം ഒരു തരത്തിൽ നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. അപ്പോൾ ഡോക്ടർ ഇപ്പം പറഞ്ഞത് പെറ്റ്സിനെയും പിന്നെ ഫാം ആനിമൽസിൻ്റെയും മാനേജ്മെൻറ്റും അവരുടെ കാര്യങ്ങളുമാണ് നമ്മൾ. വാട്ട് അബൌട്ട് ദ വൈൽഡ് ആനിമൽസ്? നമ്മൾ വൈൽഡ് ആനിമൽസും ഇതിൻ്റെ അകത്തൊരു അനിമൽ കിങ്ഡത്തിൽ വരുന്നുണ്ട്. ഹ്യൂമനായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ട്. ഹ്യൂമൻ ഇൻട്രാക്ഷൻ അത് കറക്റ്റ് ആയില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം മറ്റേ അരിക്കൊമ്പൻ്റെ ഇതൊരു റീസെന്റ് ഇൻസിഡന്റ് ആണ്. പക്ഷെ അതേപോലെ പണ്ടും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ വൈൽഡ് ആനിമൽസിന്റെ ഒരു അതിനൊരു ഡൊമസ്റ്റിക്കേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ, നോട്ട് ഫുള്ളി ഡൊമസ്റ്റിക്കേഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു റീഹാബിലിറ്റേഷൻ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ കൊട്ടിയൂർ എന്ന് പറഞ്ഞ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ടല്ലോ, അതേപോലെ പല സ്ഥലത്തും ഉണ്ടെന്നാണ് ഉണ്ട്. അപ്പൊ അതേപോലെ തിരുവനന്തപുരത്തുണ്ട്, കാട്ടാക്കട. അപ്പൊ അങ്ങനെ വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ വൈൽഡ് ആനിമൽസിന്റെ കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ഒരു അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ വൈൽഡ് അനിമൽസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് ഒന്നും ഇല്ലാതെ അവരുടെ സ്വാഭാവികമായിട്ടുള്ളൊരു വനത്തിൻ്റെ എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്ന മൃഗങ്ങളാണ് വന്യമൃഗങ്ങൾ. അപ്പോൾ നമുക്ക് ഡൊമസ്റ്റിക്കേഷൻ എല്ലാ മൃഗങ്ങളെയും ചെയ്യുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം അവരുടെ ഒരു ജനറ്റിക് ക്യാരക്ടേഴ്സും ഒക്കെ കൊണ്ടാണ്. ഇപ്പോൾ ഈ നിലവിലുള്ള ഡൊമസ്റ്റിക്കേറ്റഡ് അനിമൽസ് ആയാലും പല സ്റ്റേജ് ഓഫ് ഡൊമസ്റ്റിക്കേഷൻ കൊണ്ട് അവരുടെ ഒരു ജനറ്റിക് ചേഞ്ച് വന്നിട്ടാണ് ഈ തരത്തിലുള്ള ഒരു ഡൊസിലിറ്റിയൊക്കെ കാണാൻ പറ്റുന്നത്. അവരുടെ ഒരു അഗ്രസീവ് ക്യാരക്ടേഴ്സ് എല്ലാം ലോസ് ആയിട്ട് കുറച്ചുകൂടെ നമുക്ക് ഹ്യൂമൻസുമായിട്ട്
ഇടപഴകി പോകാൻ പറ്റുന്ന ഒരു തരത്തിലായിട്ടുള്ളത്. പക്ഷേ എല്ലാ മൃഗങ്ങളെയും നമുക്ക് ആ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ അറിയാമല്ലോ, ലയൺസ്, ടൈഗറൊക്കെ നമുക്ക് ഒരു ലെവൽ വരെ കൊണ്ടുവരാമെങ്കിലും ശരിക്കും ഒരു ഡൊമസ്റ്റിക്കേഷനിലേക്ക് പോകാൻ പറ്റില്ല അങ്ങനെയുള്ള അനിമൽസിനെ. പിന്നെ ഇപ്പോൾ നിലവിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട്സ് പലയിടത്തും നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺസ് ഒത്തിരിയാണ്. ഒന്ന്, ഹ്യൂമൻ പോപ്പുലേഷൻ കൂടി ഫോറസ്റ്റിലേക്ക് കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും വൈൽഡ് അനിമൽസിൻ്റെ നാച്ചുറൽ അവരുടെ ഒരു ഹാബിറ്റാറ്റ് ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുഡ്, അതിനെല്ലാം പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് പറഞ്ഞല്ലോ, ആനക്കൊമ്പൻ്റെ ആനകളുടെ പൊതുവേ ഈ ഒരു പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ പല ബോർഡർ ലൈൻ ഫോറസ്റ്റ് ഏരിയസിലും ആനകൾ ഇറങ്ങി ശല്യമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന കാര്യം ഇത് തന്നെയാണ്. ഇപ്പം ആനയ്ക്കാണെങ്കിൽ ഒരു ദിവസം ഒരു 150 kg വെജിറ്റേഷൻ ഫുഡായിട്ട് വേണ്ടി വരും. ഏകദേശം 190 liters ഓഫ് വാട്ടർ വേണം. അപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ ഒരു ഡീഫോറസ്ട്രേഷനും ക്ലൈമറ്റ് ചേഞ്ചും എല്ലാം കൂടെ ആക്സിലറേറ്റ് ചെയ്തിട്ട് ഇതൊന്നും സപ്പോർട്ട് ചെയ്യാൻ ആ ഹാബിറ്റാറ്റിന് പറ്റാത്തൊരവസരത്തിൽ അനിമൽസിന് ഷോർട്ടേജാണ്, ഫീഡായാലും വെള്ളമായാലും. അപ്പോൾ നാച്ചുറലി അവർ നോക്കുമ്പോൾ ഇപ്പോൾ ബോർഡേഴ്സ് അല്ല ഗ്രെയിൻ അല്ലെങ്കിൽ വാഴ ഒക്കെ കൃഷി ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കഴിക്കാനായിട്ട് അനിമൽസിൻ്റെ നാട്ടിലേക്ക് ഇറങ്ങുന്നതാണ്. ശരിക്കും അവരെ നമുക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ആ ഒരു ഹ്യൂമൻ സൈഡിൽ നോക്കുമ്പം അവരുടെ ഒരു ഏരിയയിലോട്ട് എൻക്രോച്ച് ചെയ്തു. അപ്പോൾ തിരിച്ച് അനിമൽസും അഗ്രസീവ് ആവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഹ്യൂമൻസും അതിന് ഉത്തരവാദികളാണ്. ഈ ഡീഫോറസ്ട്രേഷനും മീൻസ് ലാൻഡ്, ഇപ്പോൾ അഗ്രികൾച്ചർ ആണെങ്കിലും കുറച്ചുകൂടെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ അനിമൽസിനുള്ള ഇതെല്ലാം കുറവായി വരുന്നു, റിസോഴ്സസ് കുറവായി വരുന്നു. അതൊക്കെയാണ്. അപ്പോൾ അതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഐസൊലേറ്റഡ് ആയി പോകുന്ന അല്ലെങ്കിൽ ഡിസീസ്ഡ് എന്തെങ്കിലും ഇഞ്ചേർഡ് ആയിട്ടുള്ള അനിമൽസിനെയാണ് ഇതുപോലെയുള്ള സെൻ്ററുകളിൽ കൊണ്ടുവന്ന് റീഹാബിലിറ്റേഷൻ കൊടുക്കുന്നത്. അപ്പോൾ വേറൊരു ഇതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രൊവിഷൻ ഉണ്ടോ, അതായത് ടു ലുക്ക് ഔട്ട്, അതായത് വൈൽഡ് ആനിമൽസിനെ ഒന്ന് ലുക്ക് ഔട്ട് ചെയ്ത്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ കണ്ടു ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ദേ ഫിക്സ് ക്യാമറാസ് ആൻഡ് ഇൻഫ്രാറെഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ മൂവ്മെൻറ്റ് മോണിറ്റർ ചെയ്യാനും അവരുടെ എങ്ങനെയാണ് അവരുടെ ബിഹേവിയർ മോണിറ്റർ ചെയ്യാനും അവർ അറ്റാക്കിങ് മൂഡാണോ, ഫ്രസ്ട്രേറ്റഡ് ഇറിറ്റേറ്റഡ് മൂഡാണോ എന്നൊക്കെ മോണിറ്റർ ചെയ്യാനുള്ള ഒരു സർവൈലൻസ് മെക്കാനിസം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെയൊക്കെ ചെയ്യുന്നുണ്ടോ ആക്ച്വലി? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെയല്ല. പക്ഷേ അത് ഫോറസ്ട്രിക്കാരാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ട്, സർവൈലൻസ് നടത്തുന്നുണ്ട്. കൂടാതെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒത്തിരി സൂണോട്ടിക് ഡിസീസ് വൈൽഡ് അനിമൽസിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ സർവൈലൻസ്, സിറം സാമ്പിളിങ്ങും ഇതൊക്കെ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഹ്യൂമൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ ആനിമൽ ഇൻ്റർഫേസ് ഉണ്ടല്ലോ, വൈൽഡ് ലൈഫാണ് കൂടുതൽ. ഇപ്പോൾ പെറ്റ്സും ഫാം ആനിമൽസിൻ്റെയും കാര്യത്തിൽ നമുക്ക് ആ ഒരു ബാരിയർ ഇല്ല, ബിക്കോസ് വി ആർ കണ്ടിന്യൂസ്ലി ഇൻ ഇൻട്രാക്ഷൻ വിത്ത് ദം. പക്ഷേ വൈൽഡ് ലൈഫുമായിട്ടുള്ള ഒരു ബാരിയർ ഉണ്ടല്ലോ, അത് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻക്രോച്ച്മെൻറ്റ്, ഈ ഹ്യൂമൻ പോപ്പുലേഷൻ കൂടിയത് കാരണമുള്ള എൻക്രോച്ച്മെൻറ്റും പിന്നെ ഈ ഡീഫോറസ്റ്റേഷൻ, അതായത് പല കാര്യങ്ങൾക്ക് ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് യൂസ് ചെയ്യപ്പെടുന്നതും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബാരിയർ ബ്രേക്ക് ഉണ്ടാകുന്ന കാരണം പലതരം അസുഖങ്ങൾ നമ്മൾ അങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ടും. അതായത് ആന്ത്രോപോസൂണോസിസും ആന്ത്രോപോണോസിസും നടക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മോണിറ്ററിങ് അല്ലെങ്കിൽ ഒരു സർവൈലൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അപ്പം നമുക്കിപ്പം ഒരു സൂണോട്ടിക് ഡിസീസസിലേക്ക് പോകാം. അതായത് സൂണോട്ടിക് ഡിസീസസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ ഹ്യൂമൻ ടു ആനിമൽ transmitted diseases, animal to human transmitted diseases, and in both sides amphicyanosis. അങ്ങനെ 3 ടൈപ്പാണ് നമുക്കിപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്. അപ്പം അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് വരുന്ന കൂടുതലും എന്ത് സൂണോസിസ് ആണ്? ശരിക്കും ഡോക്ടർ പറഞ്ഞ പോലെ സൂണോട്ടിക് ഡിസീസ് എന്ന് പറയുമ്പോൾ അനിമൽസിൽ നിന്നും ഹ്യൂമൻസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസാണ്. അപ്പോൾ അത് ഒന്നുകിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വഴിയാകാം, ഇല്ലെങ്കിൽ ത്രൂ ഫുഡോ ഫൊമൈറ്റ്സ് വഴിയോ, അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ഏജൻസ് ത്രൂ കോണ്ടാക്റ്റ്, അങ്ങനെയൊക്കെ ആകാം. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, മോർ ദാൻ 75% ഓഫ് ഓൾ ദ എമർജിങ് ഡിസീസസ് ആർ സൂണോട്ടിക്.
പുതുതായി വരുന്ന എല്ലാ അസുഖങ്ങളും തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഒരു അനിമലിൽ നിന്ന് ഇൻവോൾവ് ചെയ്യുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ കൊറോണ പോലും, COVID-19 പോലും അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ചൈനയിലൊരു വൈൽഡ് ലൈഫ് മാർക്കറ്റിൽ നിന്നായിരുന്നു. അതുപോലെ എബോള, അങ്ങനെയുള്ള എല്ലാം ഇൻ്റർനാഷണലി ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് മൂവ്മെൻറ്റ് ഈസ് വെരി ഈസി. ഹ്യൂമൻ മൂവ്മെൻ്റ് ആയാലും അനിമൽ മൂവ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അസുഖം പടരാനും വളരെ എളുപ്പമാണ്. കാരണം ഒരു ഡിസീസിൻ്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്കറിയാവുള്ളൂ അയാൾക്ക് അസുഖം ഉണ്ടെന്ന്. പക്ഷേ അവർ ഇൻക്യുബേഷൻ പീരീഡിൽ അദ്ദേഹം ട്രാവൽ ചെയ്ത് മറ്റൊരു രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ അയാളൊരു ക്യാരിയറായിട്ട് ആക്ട് ചെയ്ത് മറ്റു പലർക്കും അസുഖം പരത്തുന്നൊരു രീതിയാണ്. അപ്പോൾ നിലവിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ സൂണോട്ടിക് ഡിസീസ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അറിയാം, റേബീസാണ്. നമ്മൾ പൊതുവേ നായകളിൽ നിന്നും പൂച്ചകളിൽ നിന്നുമാണ് അത് വളരുന്നത്. വളരെ ഭയാനകവും ചികിത്സ ഇല്ലാത്തതുമായിട്ടുള്ള ഒരു അസുഖമാണ്. ലക്ഷണം കാണിച്ചു തുടങ്ങിയാൽ പിന്നെ ചികിത്സിക്കാൻ സാധ്യമല്ല. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതലുള്ളത്, റേബീസ്. അപ്പോൾ അതിനായിട്ട് നായ്ക്കൾക്കും പൂച്ചകൾക്കും എല്ലാം തന്നെ പ്രൊഫൈലാക്റ്റിക് ആയിട്ട് തന്നെ വാക്സിനേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ അഥവാ ഒരു പോസ്റ്റ് എക്സ്പോഷർ ഉണ്ടായാൽ ഉടനെ തന്നെ വാക്സിനേഷൻ ചെയ്യാനുള്ള അത് ഹ്യൂമൻ ഹോസ്പിറ്റൽസിലൊക്കെ അവൈലബിൾ ആണ്, അറിയാമല്ലോ. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ അസുഖം ബ്രൂസെല്ല എന്ന് പറഞ്ഞിട്ട്, ബ്രൂസെല്ല അത് കൂടുതലും പശുക്കളിൽ ബാധിക്കുന്ന ഒരു അസുഖമാണ്, ബാക്ടീരിയൽ അസുഖമാണ്. പക്ഷേ പശുക്കളുമായിട്ട് അടുത്ത സമ്പർക്കം പുലർത്തുന്നവരിൽ, ഇപ്പോൾ കർഷകർക്കോ കറവക്കാർക്ക് അല്ലെങ്കിൽ ബുച്ചേഴ്സ്, വെറ്റിനറി ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ആ ഫീൽഡിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കെല്ലാം അസുഖമുള്ളൊരു അനിമലുമായിട്ട് കോണ്ടാക്റ്റ് വന്നാൽ ഈ അസുഖം പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ബ്രൂസെല്ല അസുഖത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അനിമൽസിൽ അബോർഷൻ ഉണ്ടാവുക. അതാണ് ഏറ്റവും, അതായത് ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ അഡ്വാൻസ് സ്റ്റേജ് ഓഫ് പ്രഗ്നൻസിയിൽ അബോർഷൻ ഉണ്ടാവുകയാണ് ഇതിൻ്റെ ലക്ഷണം. അപ്പം ഈ യൂട്രൈൻ ഡിസ്ചാർജോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്രവങ്ങൾ വഴി ഒക്കെ നമുക്ക് മീൻസ് ആരാണോ സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത് അവർക്ക് അസുഖം ബാധിക്കാം. ഒരിക്കൽ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ അവർ ലൈഫ് ലോങ് പോസിറ്റീവായിട്ട് തന്നെ കാണുന്നു എന്നുള്ളതാണ് ഈ അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത. മനുഷ്യർക്ക് ബാധിച്ചു കഴിഞ്ഞാൽ മെയിൽസിനാണെങ്കിൽ വന്ധ്യത പോലെയുള്ളതും, ഫീമെയിൽസ് ആണെങ്കിൽ അബോർഷൻ, അതുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻ, അതൊക്കെയാണ് മെയിനായിട്ട്. അപ്പോൾ ഇപ്പം കേരളത്തിൽ റേബീസ് കേസുകൾ വളരെ വാക്സിനേഷനും എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിലും അപൂർവമായിട്ടെങ്കിലും കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ബ്രൂസെല്ലയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അൺപാസ്ചറൈസ്ഡ് മിൽക്കിൽ കൂടെയും ട്രാൻസ്മിഷൻ നടക്കും. അപ്പോൾ അങ്ങനെയുള്ള പാല് ഉപയോഗിക്കുന്നതും സൂക്ഷിക്കണം. അതുപോലെ അൺകുക്ക്ഡ് മീറ്റ്, പ്രോപ്പർലി കുക്ക് ചെയ്യാത്ത മാംസം കഴിക്കുന്നത് വഴിയും ഇതുണ്ടാകാം. പിന്നെ മൂന്നാമത്തത് ഏവിയൻ ഇൻഫ്ലുവൻസ. അതിപ്പോൾ അറിയായിരിക്കും, നമുക്ക് ഈ ഇടയ്ക്ക് ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. ഏപ്രിൽ 2024 ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ഈ ഏരിയകളിൽ ഏവിയൻ ഇൻഫ്ലുവൻസ ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും മനുഷ്യരിലേക്ക് വ്യാപിക്കുന്ന ഒന്നാണ്. സാധാരണ ഇൻഫ്ലുവൻസ അസുഖങ്ങളെ പോലെ തന്നെ റെസ്പിറേറ്ററി പ്രോബ്ലംസും ഫീവറും ഒക്കെയാണ് ലക്ഷണങ്ങൾ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കണ്ടേജിയസ് ആയിട്ട് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ്. അപ്പോൾ മൈഗ്രേറ്ററി ബേർഡ്സ് വരുന്നത് വഴിയാണ് നമുക്ക് നമ്മുടെ പോപ്പുലേഷനിലേക്ക് ഈ വൈറസ് എൻ്റർ ആയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഡ്രോപ്പിങ്സും മറ്റുമായിട്ട് ആ എൻവയോൺമെൻറ്റ് തന്നെ കണ്ടാമിനേറ്റ് ആവുകയും അങ്ങനെ ചുറ്റുമുള്ള മനുഷ്യർക്കും മറ്റ് ബേർഡ്സിനും ഒക്കെ പകരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സ്വൈൻ ഫീവർ കേരളത്തിൽ ചില സമയങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. H1N1 സ്വൈൻ ഫീവർ, അതും ഇതുപോലെ ഹ്യൂമൻസിന് ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതൊക്കെയാണ് മേജറായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്ത് കണ്ടുവരുന്ന സൂണോട്ടിക് അസുഖങ്ങൾ. അപ്പോൾ ഡോക്ടർ ഇപ്പം മൈഗ്രേറ്ററി ബേർഡ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, അപ്പം വേറൊരു എൻഡമിക്കായിട്ട് മാറുന്ന രണ്ട് ഈ ബേർഡ്സ്, മൈഗ്രേറ്ററി ബേർഡ്സ് കാരണമുള്ള എഗ് റെറ്റ് അല്ലെങ്കിൽ ഹിറോൺ എന്ന് പറയുന്ന ബേർഡ്സിൽ കൂടെ വരുന്നതാണ് ജാപ്പനീസ് എൻസെഫലൈറ്റിസും വെസ്റ്റ് നൈൽ ഫീവറും. അപ്പോൾ ചില ഡിസ്ട്രിക്ട്സിൽ അത് എൻഡമിക്കായി മാറിക്കൊണ്ടിരിക്കുകയും അതിനുള്ള വാക്സിനേഷൻ എടുക്കുന്നതുമുണ്ട്. ഇപ്പോൾ ജാപ്പനീസ് എൻസെഫലൈറ്റിസിൻ്റെ വാക്സിൻ ചിലത് റൂട്ടീൻ, ഇപ്പോൾ 2-3 ഔട്ട് ബ്രേക്ക് 2-3 ഡിസ്ട്രിക്റ്റിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വാക്സിനേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നതും പിന്നെ അതിൻ്റെ മോണിറ്ററിങ്, സർവൈലൻസ്, പിന്നെ ബേർഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഏരിയ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റിയും പ്രിവെൻറ്റീവ് ആക്ടിവിറ്റിയും നടക്കുന്നുണ്ട്. അപ്പം ഈ നമ്മൾ അതാണ് വേറൊരു കാര്യം, നമ്മൾ ഒരു ലാർജ് സ്കെയിലിൽ നമ്മൾ ആലോചിക്കുമ്പം സൂണോസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ റെസ്ട്രിക്റ്റിംഗ് ആർസെൽസ് ടു പെറ്റ്സ് ആൻഡ് ആനിമൽ ഫാം ആനിമൽസ് നമ്മൾ
ബിയോണ്ട് ചിന്തിക്കുമ്പോൾ വേർ ഇസ് ദ സോഴ്സ് ഫ്രം. അപ്പോൾ ഇപ്പോൾ ഈ വേറെ കുറച്ച് അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ടിക്ക് ഡിസീസസ് ആണ്. അപ്പോൾ ടിക്ക് ഡിസീസസ് ഒരുപാട് കാണുന്നുണ്ട്. ടിക്ക് അസോസിയേറ്റ് കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് ഇപ്പോൾ വയനാട് ഒരു എൻഡമിക് ആയിട്ട് കാണുന്നത്. അപ്പോൾ അതൊക്കെ എൻക്രോച്ച്മെൻറ്റും ബാരിയർ ബ്രേക്കും ഫോറസ്റ്റ് ബാരിയർ ഹ്യൂമൻ വൈൽഡ് ലൈഫ് ബാരിയർ ബ്രേക്കും കാരണം ഉണ്ടാകുന്ന ഒരു ഡിസീസ് മാനിഫെസ്റ്റേഷൻ. അപ്പം നമ്മൾ എന്താ പറയുക, നമ്മൾ പോപ്പുലേഷൻ കൂടി അവരുടെ ഒരു ഏരിയയിലേക്ക് കടന്നു ചെല്ലുന്നതും പിന്നെ പൊല്യൂഷൻ, ക്ലൈമറ്റ് ചേഞ്ച് ഇതൊക്കെ കാരണം ഉള്ള ആ വെക്ടേഴ്സിൻ്റെ ഒരു ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. അപ്പോൾ ഇതൊക്കെ കാരണം എന്ത് അസുഖങ്ങളാണോ ആനിമൽസിൽ കാണുന്നത് അത് ഹ്യൂമൻസിൽ വേറൊരു ഫോമിൽ കാണപ്പെടുക. പിന്നെ അത് പല ഫോംസിൽ ട്രാൻസ്മിറ്റ് ചെയ്യണം, ആനിമൽ ടു ഹ്യൂമൻ, ഹ്യൂമൻ ടു ഹ്യൂമൻ അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പം ചില അസുഖങ്ങൾ ഹ്യൂമൻസ് ആർ ദ എൻഡ് പോയിന്റ്, ചിലത് റിസർവോയറായിട്ട് ആനിമൽസ് കണ്ടിന്യൂ ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ സ്വൈൻ ഫ്ലൂവിൽ പിഗ്സ് റിസർവോയറായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയും കുറേ കാര്യങ്ങൾ, അതായത് സൂണോസിസിൽ നമ്മൾ വൈഡറായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് അത് ഇൻക്ലൂഡഡ് ആണ്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. ഇപ്പോൾ നിപ്പ അത് വിട്ടുപോയി, അതൊരു സൂണോട്ടിക്, നമുക്കറിയാം എന്തുമാത്രം ഭീതി ഉണ്ടാക്കിയൊരു രോഗമാണ്. അപ്പം നിപ്പയുടെ സോഴ്സ് അറിയാം, ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റാണ്. പക്ഷേ ഈ വൈറസ്, നിപ്പ വൈറസ് നോർമലി ബാറ്റ്സിലുള്ള ഒരു വൈറസാണ്, പക്ഷേ അതിന് അസുഖം ഉണ്ടാക്കുന്നില്ല. വെൻ ദ ബാറ്റ് ബിക്കം സ്ട്രെസ്ഡ്, ചിലപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ക്ലൈമറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ ഫീഡിൻ്റെ ലാക്ക് ഓഫ് അവൈലബിലിറ്റിയോ എന്തെങ്കിലും കൊണ്ടൊരു സ്ട്രെസ് കണ്ടീഷനിലേക്ക് വരുമ്പോഴാണ് ഈ വൈറസിനെ എക്സ്പെൽ ചെയ്യുന്നതും. ആ സമയത്ത് ഒരു ഹ്യൂമൻ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ഫ്രൂട്ട്സ്, സലൈവ കൊണ്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക, അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിപ്പ ഹ്യൂമൻസിലേക്ക് ഉണ്ടാകുന്നത്. പക്ഷേ ആ ബാറ്റിൽ അസുഖം ഉണ്ടാക്കാതെ ഒരു നാച്ചുറൽ റിസർവോയർ ഹോസ്റ്റായിരുന്ന ഒരു വൈറസ് ഹ്യൂമൻസിലേക്ക് വന്നപ്പോൾ അത് ഈവൻ സ്ട്രെയിൻ ചേഞ്ച് ഉണ്ടാവാൻ, ജനറ്റിക് ചേഞ്ച് എല്ലാം വന്നിട്ട് പുതിയൊരു അസുഖം ആയി മാറുന്നു. അതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഏറ്റവും ഭീതിജനകമായിട്ടുള്ളൊരു കാര്യം അതാണ്. കാരണം പുതിയൊരു സ്പിൽ ഓവറാണ് അവിടെ നടക്കുന്നത്. ആ ഒരു റിസർവ് ഹോസ്റ്റലിന് ഔട്ട്ലൊക്കെ ആകുമ്പോൾ അതൊരു വേറൊരു, നമ്മുടെ ഹ്യൂമൻസ് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ബോഡി ആൻറ്റിബോഡി ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലാത്തൊരു പുതിയൊരു വൈറസിനെയാണ് കാണുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു എഫക്റ്റും വളരെ, അതായത് നമ്മുടെ ബോഡി ലൈക്ക് ഹൗ ദ ഇമ്മ്യൂൺ സിസ്റ്റം ഷുഡ് റിയാക്ട്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് തന്നെ യൂഷ്വലി ഇറ്റ് വർക്ക്സ് ഓൺ മെമ്മറീസ്. അപ്പോൾ ഇങ്ങനെ ഒരു പുതിയൊരു ആൻറ്റിജൻ അല്ലെങ്കിൽ പുതിയൊരു ഓർഗാനിസം നമ്മുടെ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ആകുമ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ഒരു കൺഫ്യൂഷനിലായിരിക്കും ഹൗ ടു റിയാക്ട്, എങ്ങനെയാണ് നമ്മൾ ഇതിനെ റിയാക്ട് ചെയ്തതിനെ പുറത്ത് കളയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലാണ് എനിക്ക് തോന്നുന്നു ഇതിന് ഒരു അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലും നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും, അറിയാത്ത ഒരു അൺനോൺ അല്ലെങ്കിൽ ഒരു നമുക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യം മാനേജ് ചെയ്യേണ്ട ഒരു തരത്തിൽ വരുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ഡിസീസുകൾ നോക്കുമ്പം അതിൻ്റെ ഒരു സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്, വളരെ കണ്ടേജിയസ് ആണ്. അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ചില സമയത്ത് പോകുന്നു. നമ്മളിപ്പോൾ COVID-19 വന്നപ്പോൾ കണ്ടതാണ് അതിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു തികച്ചൊരു ആശങ്ക വരുന്ന സാഹചര്യം. ഈ ബേർഡ്സിൻ്റെ വഴി എന്ന് പറഞ്ഞിട്ട് ഡ്രോപ്പിങ്സിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഈ ഡ്രോപ്പിങ്സ് വഴി വേറൊരു അസുഖം നമ്മൾ വരുന്നതാണ് സിറ്റക്കോസിസ്. അത് നമ്മളിവിടെ കണ്ടുവരുന്നില്ല, പക്ഷെ ഡ്രൈഡ് ആയിട്ടുള്ള ഡ്രോപ്പിങ്സ്, പീജിയൻ ഡ്രോപ്പിങ്സ് ആണ് യൂഷ്വലി പറയുന്നത്. ഡ്രോപ്പിങ്സിൽ വരുന്നതാണ് നമ്മുടെ ഈ സിറ്റക്കോസിസ്. പക്ഷെ അതിപ്പോൾ കണ്ടുവരുന്നില്ല. നമ്മൾ മേ ബി ഡിറ്റക്ഷൻ റേറ്റ് കുറവായിരിക്കാം, എന്താണെന്ന് അറിയില്ല. പക്ഷെ റെസ്പിറേറ്ററി ഡിസീസസ് പീജിയൻസിന് നമ്മൾക്ക് പോപ്പുലേഷൻ കുറവാണ്. പക്ഷെ ഇപ്പം റീസെൻ്റ്ലി ഡൽഹിയിൽ കണ്ടുവന്നു പീജിയൻസിൻ്റെ പോപ്പുലേഷൻ കൂടുതലാണെന്നും അത് മാനേജ് ചെയ്യണം എന്നുള്ള കൺട്രോൾ മെഷേഴ്സ് എടുക്കണം എന്നുള്ള ഒരു രീതി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇംബാലൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എൻവയൺമെൻറ്റിൽ. മൊത്തത്തിലൊരു ഇംബാലൻസും ഒരു സ്പീഷീസ് കൂടുതൽ പോപ്പുലേഷനും മറ്റ് സ്പീഷീസ് കുറഞ്ഞു വരിക, എൻഡേഞ്ചേർഡ് എക്സ്റ്റൻഷൻ മോഡിലേക്ക് പോവുക, അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ നിൽക്കുക. നമ്മൾ വേറൊരു സെക്ഷൻ നമ്മുടെ ഇതിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ മറൈൻ ലൈഫാണ്. അപ്പം മറൈൻ നമ്മൾ കംപ്ലീറ്റ്ലി നമുക്കറിയാം നമ്മുടെ എർത്തിൽ കൂടുതൽ പെർസെൻറ്റേജ് വാട്ടർ ആൻഡ് മറൈൻ ലൈഫ് വളരെ കൂടുതലാണ്.
പക്ഷെ നമ്മളെപ്പോഴും ഒരു ഏലിയനായിട്ട് കാണുന്ന, അതായത് നമ്മൾ വേറൊരു പ്ലാനറ്റ് എന്ന് പറഞ്ഞ പോലെ ഒരു ഏലിയനായിട്ട് കാണുന്ന ഒരു സെക്ഷനാണ് മെറൈൻ ലൈഫ്. അപ്പം മെറൈൻ ലൈഫിൽ ഇപ്പം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്ലോറ, പല ഫ്ലോറ ഉണ്ട്, പല ഫോണ ഉണ്ട്. അപ്പോൾ ഫ്ലോറ തന്നെ മെറൈൻ, അതായത് സീ സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാന്റ്സും അതിൻ്റേതായ പ്രൊഡ്യൂസേഴ്സും ഉണ്ട്. അതായത് സൺലൈറ്റ് വന്നാൽ, സൺലൈറ്റ് അടിച്ചാൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം മെറൈൻ ആനിമൽസിന് ഓക്സിജൻ കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ് ചെയ്യണമല്ലോ. ഫോർ എക്സാമ്പിൾ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ എപ്പോഴും ഡീപ്പ് മെറൈൻ ആനിമൽസിന് ആക്സസിബിൾ ആയിരിക്കില്ല. സോ ഡീപ്പർ ലെവൽസിൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെക്കാനിസം ഒക്കെ നാച്ചുറലി നമ്മൾ ഈ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഒരു ഇംബാലൻസിൽ പോവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പലതരം ഡിസ്റ്റർബൻസസ് കാണുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഫിഷസ് ഷോറിൽ വന്ന് ഡെഡ് ഫിഷസിനെ കാണുന്നു, പിന്നെ ആൽഗൽ ബ്ലൂം കാണുന്നു. റീസെൻ്റ്ലി പിന്നെ കാണുന്നത് പല മൈഗ്രേറ്ററി മെറൈൻ, ഇപ്പം മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് പറഞ്ഞ പോലെ മൈഗ്രേറ്ററി മെറൈൻ ആനിമൽസ് ഉണ്ട്, ടേർട്ടിൽസ്, ഫിഷസ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ആ ഒരു റുട്ടീൻ മാറുന്നു. പിന്നെ നോർമലി മെറൈൻ ഏരിയയിൽ കണ്ടുവരുന്ന വേറൊരു ഇതെന്താണെന്ന് വെച്ചാൽ എൽ നിനോ ആൻഡ് ലാ നിനോ എന്ന് പറഞ്ഞൊരു ഒരു ഫിനോമിന ഉണ്ട്. അതായത് സം ടൈം ഓഫ് ഹോട്ട് ടെമ്പറേച്ചർ, വാം ടെമ്പറേച്ചറും സം ടൈം ഓഫ് കൂൾ ടെമ്പറേച്ചറും. അപ്പോൾ അതിന് യൂഷ്വലി നേരത്തെയൊക്കെ ഒരു ഫിക്സഡ് ഫ്രീക്വൻസി ഉണ്ടായിരുന്നു. ബട്ട് നൗ ഇറ്റ്സ് സീൻ ദാറ്റ് അതിൻ്റെ ഫ്രീക്വൻസി ഒക്കെ കൂടുന്നു, കുറയുന്നു. നമുക്ക് ഇപ്പം അൺപ്രഡിക്റ്റബിൾ റെയിൻസ് എന്ന് പറഞ്ഞ പോലെ അൺപ്രഡിക്റ്റബിൾ വെതർ കണ്ടീഷൻസ് അഫക്റ്റിംഗ് ദ മെറൈൻ. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു കൂടുതലായിട്ട് നമ്മൾ ഇതിൽ എക്സ്പ്ലോർ ചെയ്യുവാണെങ്കിൽ ലാൻഡ് പോലെ തന്നെ പൊല്യൂഷൻ ഈസ് വൺ ഓഫ് ദ റീസൺ. അപ്പം പൊല്യൂഷൻ ഉദ്ദേശിക്കുന്ന ലാൻഡിലാണെങ്കിൽ കൂടുതലും സോളിഡ് വേസ്റ്റ്, ഹ്യൂമൻ എക്സ്ക്രീറ്റ, ആനിമൽ എക്സ്ക്രീറ്റ, പിന്നെ അതുകൂടാതെ പൊല്യൂഷൻ മറ്റ് വെഹിക്കിൾസ്, മോട്ടറൈസ്ഡ് വെഹിക്കിൾസ്, ഇൻഡസ്ട്രീസ്, അതർ പൊല്യൂട്ടൻസ് ലൈക്ക് നമ്മൾ ഔട്ട്സൈഡ് കുക്കിംഗ്, ഫ്യൂവൽ ബേസ്ഡ്, വുഡ് ബേസ്ഡ്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം അതൊക്കെയാണ് യൂഷ്വലി ലാൻഡിന്. മെറൈനെ നോക്കുകയാണെങ്കിൽ ഓയിൽ സ്പിൽസ്, അപ്പം നമ്മൾ മെറൈൻ ഇൻഡസ്ട്രിയിൽ എടുക്കുകയാണെങ്കിൽ ഷിപ്സിൻ്റെ ഓയിൽ സ്പിൽസ്, ടാങ്കർ ആസിഡ് ഫ്യൂവൽ പ്രൊഡ്യൂസിങ് ആയതുകൊണ്ട് വേരിയസ് ടൈപ്പ് ഓഫ് ടോക്സിൻസ് ഇമാനേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും സീയിലേക്ക്. പിന്നെ അതുകൂടാതെ റൈസ് ഇൻ ടെമ്പറേച്ചർ, വാട്ടർ ഇപ്പം പറയുന്നത് 0.4 to സീ ടെമ്പറേച്ചർ ഏകദേശം 0.4 to 0.8 ഡിഗ്രി സെൽഷ്യസ് നമ്മുടെ പണ്ടത്തെ ലെവലിൽ നിന്ന് നല്ലോണം ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓൾറെഡി ഇൻക്രീസ് ആയ ലെവലിലാണ്. പ്ലസ് ഇയർലി ഒരു വേരിയേഷൻ ഉണ്ടായിരുന്നതിലും ഒരു ഹൈക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഇതെല്ലാം കൊണ്ടിട്ട് ഇത്രയും നല്ല സ്പെസിഫിക് ആയിട്ട് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ഓക്സിജൻ ലെവൽ, അസിഡിറ്റി ലെവൽ, pH ലെവൽ, ഇതിനെല്ലാം ബേസ് ചെയ്താണ് നമ്മൾ ഹ്യൂമൻസ് അത് നമ്മൾ ഇഗ്നോർ ചെയ്യാണ്. പക്ഷെ അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന അതിൻ്റെ ഒരു പോയിന്റ് വേരിയേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന, അതായത് വേരിയേഷൻ കാരണം എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ഓർഗാനിസംസും ഉണ്ട്. മെറൈൻ മാത്രമല്ല, ലാൻഡും, ഇൻ ദ ഏവിയൻ ലൈക്ക് ബേർഡ്സ് ആൻഡ് ഓൾ. അപ്പം ഏവിയനും എടുക്കുകയാണെങ്കിൽ ലൈക്ക് ഇപ്പം യൂസ് ഓഫ് എയ്റോപ്ലെയിൻസ് ആൻഡ് അതർ ഫ്യൂവൽ യൂസ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം നോയ്സ് ആണെങ്കിലും ഒരു പ്രശ്നമാണ്. അപ്പം ഏവിയേഷനിൽ നോയ്സ്, പൊല്യൂട്ടൻസ്, എയർ പൊല്യൂട്ടൻസ്, അതൊക്കെ ഈ ബേർഡ്സിൻ്റെ മൈഗ്രേഷനെയും പിന്നെ അതിൻ്റെ പോപ്പുലേഷനെയും അതിൻ്റെ ഒരു എക്സ്റ്റിങ്ഷൻ അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ് ആയിട്ട് മാറ്റപ്പെടുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട്. അപ്പം നമുക്കിപ്പം ഇനിയും കൂടുതലായിട്ട് ഇനി പറയാനുള്ളത് എന്തൊക്കെ ആനിമൽസാണ് ഓൺ ദ വേർജ് ഓഫ് എക്സ്റ്റിങ്ഷൻ അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള കുറേ ആനിമൽസ് ഉണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ നമ്മുടെ എൻവയൺമെൻറ്റിന് അതിൻ്റെ ഒരു ആവശ്യം എന്താണ്, ലൈക്ക് ഈച്ച് ഓർഗാനിസം അല്ലെങ്കിൽ ഈച്ച് ആനിമൽ എക്സിസ്റ്റ് ചെയ്യുന്ന നമുക്കും ഒരു ഇൻ്റർ കണക്റ്റഡ് ആണ്, ഇൻ്റർവെവൻ ആണ്. അപ്പം ഫുഡ് സൈക്കിൾ അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞു.
അപ്പം എനി ഓർഗാനിസം ഇൻ ദ ഫുഡ് സൈക്കിൾ ഓർ ഫുഡ് ചെയിൻ്റെ ലെവൽ കുറയുകയോ ലെവൽ കൂടുകയോ ചെയ്യുകയാണെങ്കിൽ ദർ വിൽ ബി ഇംബാലൻസ്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ ലെവൽ കുറയുകയാണെങ്കിൽ കൺസ്യൂമേഴ്സ് നാച്ചുറലി പ്രെഡേറ്റ് ചെയ്ത് കുറയും. അതേപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിൻ്റെ ലെവൽ കൂടുകയാണെങ്കിൽ അത് ലെവൽ ഓഫ് പ്രൊഡ്യൂസേഴ്സാണ്. അപ്പോൾ ഓക്സിജനും നമ്മുടെ പ്രൈമറി റിക്വയർമെൻറ്റ് ഫോർ ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഇൻക്രീസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ലൈഫ് വിൽ സസ്റ്റെയിൻ. പക്ഷേ വെദർ ഇറ്റ് ഈസ് ദ സെക്കൻഡറി ഓർ ദ ടേർഷ്യറി പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ എഗെയിൻ ഒരു ഇംബാലൻസ് അല്ലെങ്കിൽ നമുക്കൊരു കൺസ്യൂമർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് കാണപ്പെടുന്നത്. അപ്പം എന്തൊക്കെയാണ് എൻഡേഞ്ചേർഡ് അല്ലെങ്കിൽ ഒരു ഓൺ ദ വേർജ് ഓഫ് എക്സ്റ്റെൻഷൻ ഉള്ള ആനിമൽസ്? ഡോക്ടർ പറഞ്ഞ പോലെ എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറയുമ്പോൾ സ്പീഷീസ് അറ്റ് ദ റിസ്ക് ഓഫ് എക്സ്റ്റിങ്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ അത് ഇപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് അനിമൽസ് ആ ഒരു വേർജിലാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ നമുക്കറിയാം, ഒന്നാമത്തെ കാര്യം പോളാർ ബേഴ്സിൻ്റെ ആർട്ടിക് ആൻഡ് അന്റാർട്ടിക് ഏരിയയിൽ ക്ലൈമറ്റ് ചേഞ്ച് കാരണം പറഞ്ഞ പോലെ റൈസ് ഇൻ ടെമ്പറേച്ചർ ഓരോ ഇയറും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം അവിടെ ഒരു നാച്ചുറൽ ഹാബിറ്റായിട്ട് ലോസ് ആവുകയും ഇപ്പോൾ പോളാർ ബയേഴ്സൊക്കെ ഈ പറഞ്ഞ പോലെ എൻഡേഞ്ചേർഡിൻ്റെ എക്സ്റ്റിങ്ഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു വേർജിലാണ്. അതുപോലെ സീൽസ്, പിന്നെ വരുവാണെങ്കിൽ ആംഫീബിയൻസ്, അതും ഈ പറഞ്ഞ പോലെ ഈ ഫ്ലക്ച്വേഷൻസ് ഇൻ ടെമ്പറേച്ചർ, മോയ്സ്ചർ, ടെമ്പറേച്ചർ ഹൈക്കും ഇത് കാരണം ആംഫീബിയൻസ് ഇതുപോലെ ത്രെറ്റ് ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ മാമൽസിൻ്റെ കാര്യമാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മുടെ അറിയാം ബംഗാൾ ടൈഗർ, പിന്നെ എലിഫൻസ്, ദെൻ ഡോങ്കീസ്, ദെൻ ഗ്രേറ്റ് ഇന്ത്യൻ വൾച്ചർ, ഇവരെല്ലാം തന്നെ ഈ എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലാണ്. ഈവൻ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന പല ഡൊമസ്റ്റിക്കേറ്റഡ് അനിമൽസും തനത് ജനുസുകളെല്ലാം ചിലത് പൂർണ്ണമായി തന്നെ നഷ്ടമായി പോയവയുണ്ട്. ചിലതെല്ലാം ആ ഒരു വക്കിൽ നിന്ന് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ വെച്ചൂർ പശു കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയിലെ ഏറ്റവും കുള്ളൻ പശു എന്നറിയപ്പെടുന്ന പശുവാണ് വെച്ചൂർ പശു. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉള്ളതാണ്. ആ ഒരു പശുവിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ തീറ്റയിൽ പ്രൊഡക്ഷൻ ഹൈ പ്രൊഡക്ഷൻ അല്ലെങ്കിലും നമുക്കൊരു സാധാരണ ഒരു കർഷകന് വീട്ടിൽ വളർത്തിക്കൊണ്ടു പോകാൻ വളരെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞ രീതിയിലുള്ള ഇതാണ്. പിന്നെ രോഗപ്രതിരോധ ശേഷി, നമ്മുടെ കാലാവസ്ഥയ്ക്ക് വളരെ അനുയോജ്യമായ ഹീറ്റ് ടോളറൻസും രോഗപ്രതിരോധ ശേഷിയും ഈ വെക്ടർ അതായത് ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ വേറൊരു പ്രോബ്ലമാണ് നമ്പർ ഓഫ് വെക്ടേഴ്സിൻ്റെ ഒരു ഇൻക്രീസ്. അപ്പോൾ ഇത് കൊണ്ടുണ്ടാക്കുന്ന ഒത്തിരി അസുഖങ്ങളുണ്ട്. ഇപ്പോൾ ഈ ടിക് ഫീവർ ഹ്യൂമൻസിനെന്ന പോലെ അനിമൽസിലും ഉണ്ട്, ബബീസിയ, ടിക് ഫീവറൊക്കെ. അപ്പോൾ അതിനെല്ലാം പ്രതിരോധ ശേഷിയുള്ള ഇനമാണ് നമ്മുടെ സ്വന്തം ഇനമായ വെച്ചൂർ പശു. ഇപ്പോൾ വെച്ചൂർ പശു ഇതുപോലെ ഒരു വളരെ കുറഞ്ഞ നമ്പർ, 100-ന് താഴെ മാത്രം ഉണ്ടായിരുന്ന ആ നമ്പറിൽ നിന്നും ചില വ്യക്തികളുടെ, നമ്മുടെ തന്നെ ഒരു ശോശാമായിപ്പ് എന്നൊക്കെ പറയുന്നൊരു മാഡത്തിൻ്റെ ഇനിഷ്യേഷനായിട്ടാണ് വെച്ചൂർ കൺസർവേഷൻ ട്രസ്റ്റ് രൂപീകരിക്കുകയും അതിൻ്റെ ഫലമായിട്ട് കൂടുതൽ ബ്രീഡിംഗ് നടത്തി ഇപ്പോൾ ഒരു 1000-ന് മേലെ 2000-ന് മേളിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ബംഗാൾ ടൈഗർ ഇതുപോലെ നാച്ചുറൽ റിസർവോയർ അല്ലെങ്കിൽ നാഷണൽ പാർക്സൊക്കെ നമുക്ക് അവർക്കായിട്ട് കൊടുത്ത് തിരിച്ചൊരു ഹാബിറ്റാറ്റിലേക്ക് അവരെ കൊണ്ടുവന്ന് നമുക്ക് നമ്പർ കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഏതൊക്കെയാണോ അവർക്ക് വേണ്ടിയിട്ട് ഒരു എൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ലോ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്ടിവിറ്റീസുകൾ ഉണ്ടാകണം. ഇപ്പോൾ ഡോക്ടർ ലാൻഡ് ആനിമൽസിനെ കുറിച്ചായിരുന്നു കൂടുതൽ പറയുന്നത്. ഇപ്പം സീ ആനിമൽസ് എടുക്കുകയാണെങ്കിൽ വെയിൽസ്, ഹാമർ ഹെഡ് ഷാർക്സ്, പിന്നെ സീ ടേർട്ടിൽസ്, പല കാറ്റഗറി ഓഫ് സീ ടേർട്ടിൽസ്, ഈൽസ്, ഇതൊക്കെ ഓൺ ദ വേർജ് ഓഫ് എക്സ്റ്റെൻഷൻ ആണ്, എൻഡേഞ്ചേർഡ് ആണ്. പക്ഷെ ഇതിനെയൊക്കെ ഒരു ഡീൽ ചെയ്യുക അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഒന്ന് പ്രിസർവ് ചെയ്യുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക, അതിൻ്റെ ബ്രീഡിങ്, അങ്ങനെയൊക്കെ നമ്മൾ വൈൽഡിൽ കുറച്ചും കൂടെ ഒരു വൈൽഡിൽ ഇറങ്ങി കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സ്ഥിതിയിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ കേരളത്തിൽ നേരത്തെ ഈ മൈഗ്രേറ്ററി ബേർഡ്സ് പോലെ മൈഗ്രേറ്ററി ടേർട്ടിൽസ് ഉണ്ട്. അപ്പോൾ മൈഗ്രേറ്ററി ടേർട്ടിൽസ് പല ഭാഗത്തായിട്ട്, ഇന്ത്യയുടെ പല ഭാഗത്തായിട്ടും കേരളത്തിലും വരുന്നതായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ പഠനം നടത്തിയപ്പോഴാണ് മനസ്സിലാക്കിയത് അത് വർഷം ഇങ്ങനെ കൂടി വരുന്നു. റീസെൻ്റ്ലി അത് കണ്ടുവന്നത്
അതിൻ്റെ എണ്ണം കുറയുന്നു. അതായത് മൈഗ്രേഷൻ ചെയ്യുന്ന അതിൻ്റെ എണ്ണം കുറയുന്നു. മൈഗ്രേഷൻ അവർ ചെയ്യുന്നത് മെയിൻലി മുട്ടയിടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് പല കാരണത്താൽ, അതായത് ഇപ്പം നമുക്ക് റീസെൻ്റ്ലി സുനാമി വന്നപ്പോൾ ഹ്യൂമൻ ഇൻ്റർഫിയറൻസ് അല്ലെങ്കിൽ ആന്ത്രോപോജനിക് ഇൻ്റർഫിയറൻസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ അവിടെ പെബിൾസ് ഇടുക, അല്ലെങ്കിൽ ലാർജ് റോക്സ് പ്ലേസ് ചെയ്യുക, വാൾ കെട്ടുക. അപ്പം സോ ദാറ്റ് സീ വോണ്ട് ഇറോഡ് ദ ലാൻഡ്. അപ്പോൾ അങ്ങനെ പല മെഷേഴ്സ് ലാൻഡ് ഇറോഷൻ ഡ്യൂ ടു സീ നമ്മൾ എടുത്തതിൻ്റെ ഭാഗമായിട്ട് മൈഗ്രേറ്ററി ടേർട്ടിൽസ് ഇത് ചെറിയ ഓർഗാനിസം, ഐ മീൻ ആനിമൽ അല്ലേ, അപ്പം ആംഫിബിയൻ കാറ്റഗറിയിലുള്ള. അപ്പോൾ അവരെ നോട്ട് ചെയ്ത് ഇരിക്കുന്നവർക്ക് മാത്രമേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ എണ്ണം കുറയുന്നു, മുട്ടയിടുന്നില്ല. അപ്പം അങ്ങനെ കണ്ടുവന്നപ്പം അത് അവർ കൂടുതൽ അവെയർ ആവുകയും അവിടെ ആ ഏരിയയിലുള്ള ആൾക്കാർ അവെയർനെസ് കൂട്ടുകയും പിന്നെ അതിനെ പ്രിസർവ് ചെയ്യാനും അതിന് കൂടുതൽ ബ്രീഡിങ് പ്രൊമോട്ട് ചെയ്യാനുമുള്ള മെഷേഴ്സ് എടുക്കുകയും ഇപ്പോൾ ചെയ്തു. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ഡോക്യുമെൻ്ററി കേരളത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പബ്ലിക് ഡൊമെയിനിലായിട്ടില്ല. ഡെഫിനറ്റ്ലി ആവുമ്പം നമ്മുടെ ഒരു സൈഡിൽ നിന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എഫേർട്ടായിട്ട് കാണപ്പെടുമായിരിക്കും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ക്ലൈമറ്റ് റിലേറ്റഡ്, പൊല്യൂഷൻ റിലേറ്റഡ്, ഹൗ ഇറ്റ് എഫക്ട്സ് ദ എൻവയൺമെൻറ്റൽ ഹെൽത്ത്, എങ്ങനെ നമ്മുടെ ആനിമൽസിനെയും സീ ആനിമൽസിനെയും അതായത് മറൈൻ ലൈഫിനെയും ഏവിയൻ ലൈഫിനെയും ഇതിനെയെല്ലാം എഫക്റ്റ് ചെയ്ത് ഹൗ ഹ്യൂമൻസ് ആർ ഓൾസോ എഫക്റ്റഡ് എന്നുള്ള കാര്യം നമ്മൾ വളരെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്തു. ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ കാര്യങ്ങൾ അവെയർ ആക്കാനുണ്ട്, അതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഐഡിയാസ് സ്പ്രെഡ് ചെയ്യാനുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾ അതിന് ആക്ട് അപ്പോൺ ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത പാർട്ടിൽ ഇത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടും. നമ്മുടെ കൂടെ ഡോക്ടർ സൗമ്യ വെറ്ററിനറി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. താങ്ക് യു.